ഹായ്, ചട്ടിയും കലവും ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം വന്നെത്തി. അതിനുവേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ നമ്മൾ നേരെ വിട്ടത് ഡെക്കാത്തലൂണിലേക്കാണ്. മാരത്തോണിൽ പങ്കെടുക്കാൻ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ആവശ്യമായ ജേഴ്സി കളക്ട് ചെയ്യാനാണ് നമ്മൾ ഡെക്കാത്തലൂണിലേക്ക് വന്നത്. ഫസ്റ്റ് പ്രൈസ് ഇത് നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് വിടാം. ഫസ്റ്റ് പ്രൈസ് സൈക്കിള്, ഷൂ 2300 രൂപ. പിന്നെ അത് മാത്രമല്ല, ഇത് കണ്ടോ, ഇത് നമ്മൾ അവിടെ നിന്ന് തന്നെ ഡിബ്, ഇത് നമ്മൾ ടീഷർട്ടിൽ കുത്താനുള്ള സംഭവം. ഇത് ഓരോരുത്തരുടെ പേര് വെച്ച് വന്നേക്കുന്നത്. മിർസ, നൗഫൽ, മഹർ, നാദീർ. ഇത് 3 കിലോമീറ്ററിന്, പിന്നെ 10 കിലോമീറ്ററിൻ്റെ 21 കിലോമീറ്ററിൻ്റെ ഉണ്ട്. അതാണ് ഈ സംഭവത്തിൻ്റെ കൂടെ ചിപ്പ് കൂടെ വരും. ചിപ്പ് മീൻസ് നമ്മൾ ആ ചിപ്പ് ഇത് ടീഷർട്ട് കുത്തിയിട്ടല്ലേ ഓടുന്നത്. അപ്പോൾ ഓരോ പോയിന്റിലും അവർ എത്ര സമയത്തിനുള്ളിലൂടെ കവർ ചെയ്തെന്ന് അവർക്ക് അറിയാൻ പറ്റും. അത് എത്ര മണിക്ക്? രാവിലെ 4 മണിക്ക്. 21 കിലോമീറ്റർ 4 മണിക്ക്, 10 കിലോമീറ്റർ 5:30 കണ്ടിട്ടുണ്ട്. ഇത് 7 മണിക്ക്. നമുക്ക് 7 മണിക്ക് വന്നാൽ 7 മണിക്കല്ല, 6:30 വരാം. 6 മണിക്ക് വരണം. 6:30 മറ്റേ വാമപ്പുണ്ട്, സൂമ്പ ഡാൻസ് ഒക്കെ. കഴിഞ്ഞ വർഷത്തെ പോലെ. ടീഷർട്ട് തലേ ദിവസം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും കേട്ടോ. അതിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. നമ്മൾ ടീഷർട്ട് മേടിക്കാൻ വന്നതാണ് തലേ ദിവസം. രാവിലെ 7 മണിക്കാണ് നമ്മുടെ ഓട്ടം. അവിടെ ചെന്നപ്പോൾ തന്നെ വലിയൊരു ക്യൂ. 14,000 പേർ പങ്കെടുക്കുന്ന ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. അവിടെ ഓരോരുത്തരുടെ കൃത്യമായ അളവനുസരിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവർ ജേഴ്സികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. മഹറിന് സ്മോൾ, മഹറിന് സ്മാൾ മതിയാ? ഇട്ട് നോക്കാം. ഇപ്പം ഇത് മാറ്റാൻ പറ്റത്തില്ല. ഇത് നമ്മൾ നേരത്തെ ചെയ്യുന്നു. എനിക്ക് ലാർജ് ഉണ്ടോ? ലാർജ് ചെയ്യുന്നേ ആദ്യമാണ് എനിക്കത് തിരുത്താനും നോക്കട്ടെ. അല്ല, അത് ഒരെണ്ണം നോക്കാൻ, ഇത് കാണിക്കാൻ. എക്സ്ട്രാ സ്മോൾ പിടിച്ച് നോക്കണം. എക്സ്ട്രാ സ്മോൾ എക്സ്ട്രാ സ്മാൾ എന്ന് വെച്ചാൽ വലിയൊരു സൈസ് ആയിരിക്കും. എക്സ്ട്രാ സ്മാൾ കിൻസാരായോണ്ടാണ് സോപ്പ് കേട്ടോ. നീലേതെങ്കിലും ഉള്ളത് അല്ല, അവന് വലുതാണ്. സെയിനുവിൻ്റെ അളവാണിത്. ഇത് സെയിനുവിൻ്റെ അളവ്. ഇൻഷർട്ട് ചെയ്യാം.
നമ്മുടെ സൈഡിലുള്ള ജേഴ്സികളൊക്കെ കൃത്യമായി കളക്ട് ചെയ്തു. വന്ന സ്ഥിതിക്ക് ഡെക്കാത്തലൂണിൻ്റെ ഉള്ളിലൂടെ നമ്മളും ഒന്ന് ചുറ്റിയടിച്ചു. സ്പോർട്സ് പ്രേമികൾക്ക് കണ്ണും പൂട്ടി വരാൻ പറ്റിയ ഒരു കിടിലം സ്ഥലം തന്നെയാണിത്. പലതരം സ്പോർട്സ് കാഴ്ചകളൊക്കെ ആയിട്ട് കുറച്ച് സമയം നമ്മൾ അവിടെ ചിലവഴിച്ചു. ഇനി നേരെ വീട്ടിലേക്ക്. ഇന്ന് രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങി ബോഡി ഫുൾ റീചാർജ് ചെയ്യണം. നാളെ പുലർച്ചെ തന്നെ നമുക്ക് ട്രാക്കിൽ ഇറങ്ങേണ്ടതാണ്. ഫുൾ എനർജിയോടെ നാളെ നമ്മൾ ഓടി ജയിക്കും. ഇന്നലെ നമ്മൾ കൊല്ലത്ത് ഡെക്കാത്തലൂണ് പോയി ഡ്രസ്സൊക്കെ കളക്ട് ചെയ്തായിരുന്നു, ഈ ജേഴ്സിയൊക്കെ കളക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ 8 മണിക്കാണ് നമ്മുടെ മാരത്തോൺ, അല്ലേ 7 മണിക്കാണല്ലേ, 7 മണിക്കാണ് നമ്മുടെ മാരത്തോൺ. രാവിലെ തന്നെ 5:30 ആയപ്പോൾ എണീറ്റ്. പക്ഷേ ഒരുങ്ങി വന്നൊക്കെ 6 മണിയൊക്കെ കഴിഞ്ഞേട്ടോ, 6 മണിയായി. അപ്പോൾ നമ്മൾ മാരത്തോണിലോട്ട് പോവുകയാണ്. ഈ ദേശിംഗനാട് ബാക്ക് വാട്ടർ മാരത്തോണാണിത്. കഴിഞ്ഞ വർഷം നമ്മൾ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഈ വർഷം ഒരു പിള്ളേർക്കൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആവുമല്ലോ എന്ന് പറഞ്ഞ് ഈ വർഷവും കൂടെ പങ്കെടുത്തു. ജൂലൈ 12 നടന്ന ആവേശം മാനോളം ഉയർന്ന ആ മൺസൂൺ മാരത്തോണിലേക്ക് രാവിലെ 6 മണി ആയപ്പോഴേക്കും ഉറക്കം തൂങ്ങി നിന്ന മക്കളെയും കുത്തി എണീപ്പിച്ച് നമ്മൾ വണ്ടി കയറി. ഓരോരുത്തർക്കും ഓരോ സൈസാണ് കേട്ടോ. ഇത് ഇത്തിരി ചെറുതായി പോയി, ഇവന് ഇച്ചിരി വലുതാണ്. അങ്ങനെ എല്ലാം ഒത്തു വരത്തില്ലല്ലോ, പക്ഷെ ഒരു അനുഭവം. ഇനി രാവിലെ 8 മണിക്ക്, രാവിലെ 4 മണിക്കല്ലേ, 4 മണിക്ക് 21 കിലോമീറ്ററിൻ്റെ മാരത്തോൺ ഉണ്ടായിരുന്നു. ഇതാണ് അവസാനത്തെ മാരത്തോൺ അല്ലേ? ഇനി എത്ര മാരത്തോൺ ഉണ്ടായിരുന്നു? 21, 10, 3. 21, 10, 10 എത്ര മണിക്കായിരുന്നു? 5 മണിക്ക് കണ്ടു. 5 മണിക്ക് കണ്ടു. 21 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് എത്തും. നല്ല ഫിറ്റ്നസ് ഒക്കെ ഉള്ളവരാണ് കേട്ടോ വരുന്നത്. ഞാൻ ഇന്നലെ ഡെക്കാത്തലൂണ് വെച്ച് കണ്ടായിരുന്നു ഓരോരുത്തര്. അതിന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വരുന്നവരാണെന്ന് തോന്നുന്നില്ല. നേരെ നമ്മൾ എത്തിയത് കൊല്ലം ആശ്രമം മൈതാനത്താണ്. അവിടെ ചെന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരം തന്നെയായിരുന്നു അവിടെ. നമ്മൾ അല്പം വൈകിയാണ് എത്തിയത്. അതുകൊണ്ട് തന്നെ മാരത്തോണിന് മുന്നോടിയായിട്ടുള്ള ആ വാമപ്പ് സൂംബ ഡാൻസൊക്കെ നമുക്ക് മിസ്സായി. എങ്കിലും അവിടുത്തെ ഒരു ആവേശം കണ്ടപ്പോൾ തന്നെ ഉള്ളിലൊരു പ്രത്യേക ഫീലായിരുന്നു. വന്നപ്പോൾ അല്പം വൈകി, സൂംബ ഡാൻസൊക്കെ മിസ്സായി കേട്ടോ. ആളുകളെല്ലാം ഓടാൻ റെഡിയായി നിരന്ന് നിൽക്കുകയാണ്. നമ്മൾ കുറച്ച് വൈകിയത് കൊണ്ട് ലൈനിൻ്റെ ഒത്തിരി ബാക്കിലാണ് സ്ഥലം പിടിച്ചത്. ഞാനും ഹസ്ബൻഡും ആദ്യമായിട്ടാണ് ഒരു മാരത്തോണിൽ ഓടാൻ ഇറങ്ങുന്നത് കേട്ടോ. കഴിഞ്ഞ തവണ മക്കൾ പങ്കെടുത്തപ്പോൾ കൂടെ വന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഇത്തവണ എന്തായാലും നമ്മളും ട്രാക്കിൽ ഇറങ്ങണം എന്ന് തീരുമാനിച്ചത്. കൊല്ലത്തിന് സ്വന്തം മന്ത്രി എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്തായാലും ഇതുവരെ ആരും സംസാരിച്ചില്ല ഫ്ലാഗ് ഓഫ് പോയിന്റിൽ. മന്ത്രി വന്നപ്പോൾ എന്തായാലും നമ്മൾ 2 വാക്ക് സംസാരിക്കണം. ശരിയല്ലേ? വേണ്ട കേൾക്കണ്ടേ? ഓക്കെ, ഞാൻ 5ൽ നിന്ന് 5, 4, 3, 2, 1 ഗോ എന്ന് പറയുമ്പോഴാണ് പോകേണ്ടത്. ഓക്കെ, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 5, 4, 3, 2, 1 ഗോ. ആരും പോകുന്നില്ലടേ. ഇത് നടത്തല്ലേ?
ഈ DBM മാരത്തോണിൽ 21 കിലോമീറ്റർ, 10 കിലോമീറ്റർ, 3 കിലോമീറ്റർ എന്നിങ്ങനെ 3 കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത്. വെളുപ്പിന് 4 മണിക്ക് തന്നെ 21 കിലോമീറ്ററിൻ്റെ റൺ തുടങ്ങിയിരുന്നു. നമ്മൾ പങ്കെടുത്തത് 3 കിലോമീറ്ററിൻ്റെ ഫൺ റൺ രാവിലെ 7 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ബഹുമാനപ്പെട്ട മന്ത്രി ബിന്ദു കൃഷ്ണ വന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തപ്പോഴും നമ്മൾ ഓടിത്തുടങ്ങി. ഓട് 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 പിള്ളേർ പോയാ തുടക്കത്തിലൊക്കെ എന്തായിരുന്നു ഒരു ആവേശം, നല്ല ജോറിലായിരുന്നു ഓട്ടം. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്വാസമൊക്കെ മുട്ടി പതുക്കെ നടപ്പിലോട്ടായി. നമ്മൾ ഓടാൻ തുടങ്ങി ആ തുടക്ക സമയത്ത് മാത്രമേ മക്കളെ ഒപ്പം കണ്ടിട്ടുള്ളൂ. അവരങ്ങ് വെച്ച് പിടിച്ചു. പിന്നെ അവരെ വഴിയിലൊന്നും കണ്ടിട്ടേയില്ല. അവരാദ്യമേ ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. ഓടുകയും ചെയ്യണം, നടക്കുകയും ചെയ്യണമല്ലോ, അതാ സ്റ്റാമിന കിട്ടുന്നില്ല. കരിമഷിയും മണ്ണിക്കിടുക്കി താളം കൊട്ടി പൂരത്തിന് പോളു പോജോല. നമ്മൾ കൊല്ലത്തിൻ്റെ മനോഹരമായ റോഡുകളിലൂടെ അഷ്ടമുടി കായലിൻ്റെ തീരത്തു കൂടിയൊക്കെയാണ് ഓടിയത്. അങ്ങനെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തെത്തിയപ്പോൾ കായൽ തീരത്ത് കണ്ണുടക്കി. അഷ്ടമുടി കായലിൻ്റെ ആ ഭാഗം മുഴുവൻ ചപ്പുചവറുകളും മാലിന്യങ്ങളും ഒക്കെ വീണ് നല്ല ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. അടുത്തുള്ള വേസ്റ്റ് കൂമ്പാരത്തിൽ നിന്ന് മഴ പെയ്ത് ഒലിച്ചിറങ്ങിയാണെന്ന് തോന്നുന്നു. മാരത്തോണിൻ്റെ ആ ഒരു ആവേശത്തിനിടയിലും അത് കണ്ടപ്പോൾ മനസ്സിനൊരു ചെറിയൊരു വിഷമം തോന്നി. 3 കിലോമീറ്ററാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് വന്നപ്പോൾ ഒരു 5 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തെന്നാണ് തോന്നുന്നത്. കുറച്ച് പേരെങ്കിലും നമ്മളെ പുറകെ ഉണ്ട്. അല്ല, കുറച്ച് പേരെങ്കിലും നമ്മുടെയും പുറകെ ഉണ്ട്. നമ്മളെ പുറകെ ഉണ്ടെന്ന്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് അല്ല. നമ്മളവിടെ ഓടിയവരൊക്കെ അങ്ങ് ദോ പോണ്. ഫ്രണ്ടിൽ ഫിനിഷിങ് ആയി. ഈ മാരത്തോണിന്റെ റൂട്ടിൽ ഉടനീളം എടുത്തു പറയേണ്ട വലിയൊരു കാര്യമുണ്ടായിരുന്നു. ഓടുന്ന വഴിയിൽ എവിടെയെങ്കിലും വെച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ശാരീരിക ബുദ്ധിമുട്ടോ ആരോഗ്യ പ്രശ്നമോ ഉണ്ടായാൽ
പെട്ടെന്ന് തന്നെ സഹായിക്കാൻ വോളണ്ടിയേഴ്സ്മാരും അതോടൊപ്പം ആംബുലൻസും തൊട്ടടുത്ത് തന്നെ സജ്ജമായിരുന്നു. ശരിക്കും അതൊരു വലിയ അനുഗ്രഹം തന്നെയായിരുന്നു. ഫുള്ള് വേസ്റ്റാ. ഇങ്ങനെ ദുർഗന്ധവും വരുന്നുണ്ട്. ഇത്രയും പ്ലാസ്റ്റിക് അടിഞ്ഞ് നടന്നിട്ട് കായലിന്റെ സൈഡിലാണ് വേസ്റ്റ്. കായലിന്റെ സൈഡിലാണ് വേസ്റ്റ് കൂട്ടിയത്. ആ കൊണ്ട് കൂട്ടിയേക്കുന്ന വേസ്റ്റാണ് ഇതിലോട്ട് ഒലിച്ചിറങ്ങിയത്. എങ്കിലും നമ്മൾ തളർന്നില്ല. വഴിയിൽ ഒഴുക്കിയിരിക്കുന്ന കൗണ്ടറുകളിൽ നിന്ന് നല്ല തണുത്ത തണ്ണിമത്തനും വെള്ളവുമൊക്കെ കഴിച്ച് ബോഡി ഒന്ന് ഫ്രഷ് ആക്കി വീണ്ടും ആ പഴയ എനർജി തിരിച്ചു പിടിച്ച് നമ്മൾ ഓട്ടവും നടത്തവുമൊക്കെയായി മുന്നോട്ട് പോയി. ഫിനിഷിംഗ് പോയിന്റ് എത്തുമ്പോൾ നമ്മൾ നല്ല ഓട്ടമായിരിക്കും. നമ്മൾ ഓടിയാണ് കയറാൻ പോണത്. അതേ നടക്കുള്ളൂ കേട്ടാ. അങ്ങനെ ഓടി ഓടി ഫിനിഷിംഗ് ലൈൻ എത്താറായപ്പോൾ മനസ്സിലൊരു പ്രത്യേക വികാരം തോന്നി. ശരിക്കും പറഞ്ഞാൽ ഒരു അഭിമാന നിമിഷം. തുടക്കത്തിൽ ശ്വാസം മുട്ടി തളർന്നപ്പോൾ ഇത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്നൊരു നിമിഷം സംശയിച്ചിരുന്നു. പക്ഷേ ആ ഫിനിഷിംഗ് ബോർഡ് ദൂരെ കണ്ടപ്പോൾ ഉള്ളിൽ എവിടെ നിന്നോ ഒരു പുതിയൊരു ആവേശം ഇരച്ചു കയറി. ആദ്യമായിട്ടാണ് ഞാനും ഹസ്ബൻഡും ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ലൈൻ ക്രോസ് ചെയ്യാൻ പോകുന്ന ആ ഒരു നിമിഷം തന്നെ സന്തോഷവും പോസിറ്റീവ് എനർജിയും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ കൊല്ലത്തിന്റെ മനോഹരമായ വഴികളിലൂടെ അഷ്ടമുടി കായലിന്റെ ഓരം ചേർന്ന് അവസാനം നമ്മൾ ഫിനിഷിംഗ് ലൈനിലെത്തി. ആ ഫിനിഷിംഗ് ലൈൻ കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നീ മേക്കപ്പ് ഒന്നും ഇടണ്ടായിരുന്നേ. ശരി എന്നാ മുഖമൊക്കെ മാറി. ഓരോ ഈ പങ്കെടുത്ത പാർട്ടിസിപ്പന്റ് എല്ലാം സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സർട്ടിഫിക്കറ്റ് ഉണ്ടോ? മെഡലും എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വാങ്ങിക്കാനുള്ള ക്യൂ ആണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയാണ്, എന്റെ അടുത്ത് വന്ന റിസൾട്ട് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ അടുത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ല. ക്ഷീണമൊക്കെ പറന്നകന്ന് ആ 3 കിലോമീറ്ററിന്റെ മാരത്തോൺ നമ്മൾ വിജയകരമായി ഫിനിഷ് ചെയ്തു. ഫിനിഷ് ചെയ്ത പാടെ നമ്മൾ നേരെ പോയത് മെഡൽ വാങ്ങാനാണ്. അവിടെ വലിയൊരു നീണ്ട ക്യൂ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ആ ക്യൂവിലേക്ക് നിന്ന് നമ്മുടെ ആ പ്രോത്സാഹന മെഡൽ കയ്യിൽ വാങ്ങിയപ്പോൾ ഉണ്ടായൊരു സന്തോഷമുണ്ടല്ലോ, പൊളിയായിരുന്നു. റോയൽ അക്കാഡമിയിൽ നിന്ന് വന്ന ദേവ് പ്രിൻസിനെ അന്വേഷിച്ച് കൂട്ടുകാർ ഇവിടെ വന്നിട്ടുണ്ട്. സത്യത്തിൽ അങ്ങനെ ഒരാളുണ്ടോ? ഉണ്ട്. അതപ്പോ ദേവ് ഒട്ടിച്ചു വെക്കാൻ ഒരു സ്റ്റിക്കർ കൊണ്ട് വാങ്ങാൻ. വാരി കൊടുക്കണം, ഫുഡ് കൊടുക്കണ്ട. റോയൽ റണ്ണേഴ്സ് ക്ലബിന്റെ വിവേക് മഠത്തിൽ
സ്റ്റേജിന് സമീപത്തേക്ക് എത്തിച്ചേരുക. വിവേക് മഠത്തിൽ സ്റ്റേജിന് സമീപത്തേക്ക് എത്തിച്ചേരുക. ചേട്ടാ മൈക്ക് ടീം ഈ മൈക്കിന്റെ ബാറ്ററി ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരു ബാറ്ററി ഒന്ന് ചേഞ്ച് മെഡലൊക്കെ വാങ്ങി നല്ല ആവേശത്തോടെ ഇരിക്കുമ്പോഴാണ് ഫുഡ് കൗണ്ടറുകൾ ഓപ്പൺ ആയത്. ഡീറ്റെയിൽസ് എഴുതി ഡ്രോപ്പ് ചെയ്യുക. നിന്റെ വരച്ച തോമസ് പള്ളിത്താഴത്ത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിന് സമീപത്തേക്ക് എത്തിച്ചേരുക. തോമസ് പള്ളിത്താഴത്ത്. ഓട്ടക്കാരെ കാത്തിരുന്നത് ഒരു ഒന്നാന്തരം ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരാൾക്ക് എന്തൊക്കെ വേണോ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനുമൊക്കെ കൃത്യമായി അടങ്ങിയ ഒരു കിടിലൻ മെനു. നല്ല ചൂട് ഇടിയപ്പം, കടലക്കറി, വെജിറ്റബിൾ സ്റ്റൂ, ഉപ്പുമാവ്, പിന്നെ നല്ല നാടൻ സോയ ചങ്ക്സ് ഉലർത്തിയതും ആവിയിൽ പുഴുങ്ങിയ ഏത്തക്കയും മുട്ടയും. എന്തായാലും ഈ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഓട്ടത്തിൻ്റെ ക്ഷീണമൊക്കെ അങ്ങ് പമ്പ കടന്നു. Rajendran Nayak sir, please come to the stage. Raju Raghavan, Praveen BK, please come to the stage. പിന്നെ പ്രസിഡന്റ് സെക്രട്ടറി അവിടെ ഇനി സ്റ്റേജിന് ആവശ്യം കൂടുതൽ വരുന്ന സമയമാണ്. ഇത് വലിയ നമ്മുടെ കാര്യം എനിക്ക് അറിയാം, പക്ഷെ അതുപോലെ പരിപാടി നടക്കണം. ഓക്കെ, ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കും. റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെ നടക്കുന്നതാണ് ട്രെയിൽ എന്ന് പറയും, അൾട്രാ ട്രെയിൽ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു വളരെ മനോഹരമായ തീർച്ചയായിട്ടും ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരിക്കും. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ റൺ ഓടാൻ എത്തും. 200ഓളം ആൾക്കാർക്ക് മാത്രമേ ഓരോ വർഷവും ഇതിനകത്ത് ഓടാൻ പെർമിഷൻ കൊടുക്കാറുള്ളൂ. വളരെ സൂപ്പർ ആയിട്ടുള്ള വ്യൂ പോയിന്റുകളിലൂടെ ഫോറസ്റ്റിനുള്ളിലാണ് ഈ റൺ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ കാലിക്കറ്റ് റോയൽ റണ്ണേഴ്സ് ആണ്. റോയൽ റണ്ണേഴ്സിന്റെ പ്രതിനിധികളാണ് ഈ പച്ച ടീഷർട്ട് ഇട്ടുകൊണ്ട്. സോൾസ് ഓഫ് കൊല്ലം ഗ്രൂപ്പിന്റെ അഡ്വൈസറി ബോർഡ് മെമ്പർ രാജേന്ദ്രൻ സാർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് പോയിന്റിലേക്ക് വരിക. നിങ്ങൾ എപ്പോഴാ എത്തിയ? ഇത് നമ്മുടെ ഫാമിലി ഇന്ന് നേടിയ മെഡലാണ്. ഈ അവസരത്തിൽ ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തതായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു ജസ്റ്റ് മൂവ് ക്ലബ് കൊല്ലം. ജസ്റ്റ് മൂവ് കൊല്ലത്തെ തന്നെ ഒരു റണ്ണിംഗ് ക്ലബ്ബാണ് ജസ്റ്റ് മൂവ് ക്ലബ്ബ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവിടെ നടന്ന പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ചടങ്ങുകളൊക്കെ കുറച്ചു നേരം കണ്ടിരുന്നു. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ആരെങ്കിലും കുട്ടികൾ ആരെങ്കിലും കയറി വരിക. ഒരു കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ മറക്കാനാവാത്ത ഒരു അടിപൊളി അനുഭവമായിരുന്നു ഇത്. ഇത്തവണ നമ്മൾ 3 കിലോമീറ്ററാണ് പങ്കെടുത്തതെങ്കിൽ അടുത്ത വർഷം 10 കിലോമീറ്റർ ഓടണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. എന്തായാലും അടുത്ത വർഷവും നമ്മൾ വരും. ഇടുക്കിയിലാണ്. കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വീട്ടിലോട്ട് മടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ ഈ മാരത്തോൺ സ്പെഷ്യൽ വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. നമ്മുടെ ഈവെന്റിനെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും